എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു പിക്കിൾ ഉണ്ടാക്കുന്നതാണ് മാങ്ങ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ സമയത്ത് എവിടെ നിന്നാണ് മാങ്ങാന്നായിരിക്കും അല്ലേ. അപ്പോൾ ഞാനൊരു 3 മാസം 4 മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വളരെ കാലം കേടുകൂടാതെ ഫ്രീസറിലൊന്നും വെക്കാതെ തന്നെ മാങ്ങ ഫ്രഷായിട്ട് സൂക്ഷിക്കുന്നതെന്ന്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മാങ്ങ കുറേ നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതിപ്പോൾ ഒരു 6 മാസത്തോളമായ മാങ്ങയാണ്, യാതൊരു കേടും വന്നിട്ടില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ വിളഞ്ഞ മാങ്ങ ഉണ്ടായിരുന്നു, അതിലെ വിളഞ്ഞ മാങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതേ നീളത്തിൽ മാങ്ങ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, വളരെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഒരു 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഈ ഒരു മുളക് പൊടിയും പിന്നെ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് മാങ്ങ ഇത് കണ്ടില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ചിട്ട്, കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമാക്കരുത്. വെള്ളം നനവുള്ള പാത്രത്തിലേക്കൊന്നും മാങ്ങ അരിയരുത്. മാങ്ങ കഴുകിയിട്ട് നന്നായി തുടച്ചെടുക്കണം. അപ്പോൾ മുളക് പൊടി കുറവാണെന്ന് തോന്നിയുകൊണ്ട് വളരെ കുറച്ച് അളവിലും കൂടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നോക്കി കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരില്ലേ. അത് പ്രത്യേകിച്ച് ഈ മാങ്ങ കിട്ടാത്ത സമയത്ത് മാങ്ങ നല്ലൊരു ടിപ്പാണ്. ഞാൻ ഒരിക്കലും വെറുതെ പറയുന്നതല്ല, നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്പാണ്. എല്ലാവരും അതും ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി ഒന്നും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മാങ്ങ സൂക്ഷിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, നോക്കി ഇപ്പോൾ തന്നെ ഒരു 10 മിനിറ്റോളം വെക്കുമ്പോഴത്തേക്ക് ഇതൊന്നുണ്ടല്ലോ, ഈ മാങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഉപ്പ് തിരുമ്മി വെക്കുമ്പോൾ ഇങ്ങനെ ഇറങ്ങി വരും. നോക്കി കാണുമ്പോൾ തന്നെ അറിയാലോ വായിൽ വെള്ളം. എനിക്കിത് വീഡിയോ പറയുമ്പോൾ തന്നെ, വോയിസ് ഓവർ പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും. അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അടിപൊളി അച്ചാറാണ്. നമ്മളിത് പിന്നെ എണ്ണയിൽ താളിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അച്ചാറെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക്, കൂട്ടാൻ പറ്റാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി അച്ചാറാണ്. ഒരു തരി പോലും എണ്ണ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. പുറത്ത് അധികം നാൾ വെക്കാനായിട്ട് പറ്റില്ല, കാരണം എണ്ണ ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ കേടാവുന്നുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് പുറത്തങ്ങ് അധികം നാൾ ഒരാഴ്ച വരെയൊക്കെ ഇരിക്കും. ഇത് കണ്ടില്ല, നമ്മൾ ഉപ്പ് പൊടി തിരുമ്മി വെച്ചതുകൊണ്ട് തന്നെ ഇത് കണ്ട നന്നായിട്ട് ഉപ്പലിഞ്ഞ് പിന്നെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിലും കുറവ് അളവിൽ ഞാൻ ഉലുവയാണ് എടുത്തുള്ളത്. ഉലുവേൻ്റെ അളവ് കൂടി പോകരുത്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്, പച്ചക്കടുക് കേട്ടോ. ഉലുവ ചൂടാക്കി കടുക് പച്ചക്കാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ നമ്മളുടെ ഇടികല്ലിൽ വെച്ചിട്ട് കടുക് ജസ്റ്റ് ഒന്ന് ചതയാനേ പാടുള്ളൂ. കണ്ട അതിൻ്റെ അരികളൊക്കെ ഒന്ന് പുറത്ത് വന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കും. ഇതുണ്ട് ഈവനായിട്ട് എല്ലാ കടുകും ചതഞ്ഞ് ഇങ്ങനെ കിട്ടണം, അല്ലാതെ മിക്സിയിലിട്ട് നമ്മൾ ഒത്തിരി ഫൈനായിട്ട് പൊടിക്കരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മുളക് പൊടി ഉപ്പ് പൊടിയൊക്കെ തിരുമ്മി വെച്ചതിലേക്ക് പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചെറിയൊരു പീസ് കായം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ പൗഡർ ഉള്ളവർ എൻ്റെ അടുത്ത് കട്ടക്കായ ആയതുകൊണ്ട് ഞാൻ വറുത്തിട്ട് ഈ ഒരു കടുകിൻ്റെയും ഉലുവേൻ്റെ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയത് കേട്ടോ. അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് കായം കൂടി പൊടിച്ച് ചേർത്തിട്ട് നല്ല അടിപൊളി മണമാണ് കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല, അച്ചാർ പൊടി ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടി ഉപ്പും ആദ്യം തിരുമ്മി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഉലുവയും കടുകും കൂടി, ഉലുവ വറുത്തെടുക്കണം, കടുക് പച്ചക്കന്നെ മതി, അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പിന്നെ നന്നായി കൈവച്ച് തിരുമിയത് കൊണ്ട് ഇനിയിപ്പോൾ കൈവച്ച് തിരുമ്പണ്ട, കാരണം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്. അതുകൊണ്ട് ഇനിയിപ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഈ പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്ത് നോക്കിയാൽ. നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഒന്നും ഇനി പറയാനില്ല. ഇതിലേക്ക് ഒരു തരി പോലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ കഴിക്കാൻ പറ്റാത്ത കൊളസ്ട്രോളിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന അച്ചാറാണ്. അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ സദ്യ വിളമ്പാൻ നേരത്ത് നമുക്ക് അരിഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. അതുപോലെ പെട്ടെന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാനായിട്ട് മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. നല്ലൊരു അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.